നമസ്കാരം. ഹൈക്കോടതി അഭിഭാഷകൻ പി.ജി. മനുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത മൂവാറ്റുപുഴ സ്വദേശിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ജോൺസൺ ജോയ് എന്നയാളാണ് കേസിൽ അറസ്റ്റിലായത്. ഇയാളുടെ നിരന്തര പ്രേരണയിലാണ് പി.ജി. മനു ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിലെ പ്രാഥമിക നിഗമനം. പി.ജി. മനുവിന്റെ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോ പകർത്തിയത് ഇയാള് ആണെന്നാണ് പോലീസ് പറയുന്നത്. മനുവിനെതിരെ പ്രചരിപ്പിച്ച വീഡിയോ ജോൺസൺ ചിത്രീകരിച്ചത് കഴിഞ്ഞ വർഷം നവംബറിലാണെന്നും പോലീസ് കണ്ടെത്തി. മാപ്പ് പറയുന്ന വീഡിയോ എടുത്ത ശേഷം ഭീഷണിപ്പെടുത്തുകയാണ് ഇയാൾ ചെയ്തത്. ഭാര്യയ്ക്കും സഹോദരിക്കും മുന്നിൽ വെച്ച് ജോൺസൺ മനുവിനെ ദേഹോപദ്രവം ഏൽപ്പിച്ചു. വീഡിയോ ഉപയോഗിച്ച് മനുവിനെ നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്നും പോലീസ് പറയുന്നു. പണം നൽകിയുള്ള ഒത്തുതീർപ്പിന് മനു വഴങ്ങാതായതോടെയാണ് വീഡിയോ സൈബറിടത്തിൽ പ്രചരിച്ചത്. സുഹൃത്തുക്കൾ വഴിയും യൂട്യൂബ് വഴിയും മനുവിനെ ജോൺസൺ സമ്മർദ്ദത്തിലാക്കി. ഈ മാസം ആദ്യമാണ് വീഡിയോ ഫേസ്ബുക്കിൽ ജോൺസൺ പോസ്റ്റ് ചെയ്തത്. ഇതോടെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. മരിക്കുന്നതിന് മുമ്പ് മനു സുഹൃത്തുക്കൾക്കും ചില പോലീസ് ഉദ്യോഗസ്ഥർക്കും അഭിഭാഷകർക്കും അയച്ച വാട്സപ്പ് സന്ദേശത്തിൽ ഈ വീഡിയോയെക്കുറിച്ച് മനു പറഞ്ഞിരുന്നു. അതേസമയം മനുവിനെതിരെ ആരോപണം ഉന്നയിച്ച വീട്ടമ്മ ഇതുവരെ പരാതി നൽകിയിരുന്നില്ല. എറണാകുളം പിറവത്ത് ഒളിവിൽ കഴിയവെയാണ് ജോൺസനെ പോലീസ് പിടികൂടുന്നത്. മുൻ ഗവൺമെന്റ് പ്ലീഡർ കൂടിയായ പി.ജി. മനു നിയമസഹായം തേടിയെത്തിയ ഇരയെ പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതിയായിരുന്നു. കർശന വ്യവസ്ഥയോടെ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴാണ് മറ്റൊരു യുവതിയുമായി ബന്ധപ്പെട്ട് പി.ജി. മനുവിനെതിരെ ലൈംഗിക പീഡന ആരോപണം ഉയർന്നത്. ഇതിനിടയിലാണ് യുവതിയുടെ കുടുംബത്തോട് ഇയാൾ മാപ്പു ചോദിക്കുന്നുവെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിച്ചത്. പീഡനക്കേസിൽ വീണ്ടും ജയിലിൽ പോകേണ്ടി വരുമോ എന്ന മാനസിക സംഘർഷം കാരണമായിരിക്കാം മുൻ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് പി.ജി. മനു ആത്മഹത്യ ചെയ്തതെന്ന് സഹപ്രവർത്തകൻ കൂടിയായ അഡ്വക്കേറ്റ് ബി.എ. ആളൂർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട കേസിൽ ആളൂരും പി.ജി. മനുവുമായിരുന്നു പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായിരുന്നത്. ഈ കേസിന്റെ നടത്തിപ്പിനായാണ് കൊല്ലം ആനന്ദവല്ലീശ്വരത്ത് 2 മാസം മുൻപ് വാടക വീടെടുത്ത് മനു താമസം തുടങ്ങിയത്. ഇവിടെയാണ് മനുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മനുവിന്റെ മരണം വളരെ ദുർഭാഗ്യകരമാണെന്ന് ആളൂർ പറഞ്ഞു. സോഷ്യൽ മീഡിയയിലെ ഇല്ലാത്ത കാര്യങ്ങളുടെ പേരിൽ രണ്ടാമതൊരു ബലാത്സംഗ കേസ് കൂടി തനിക്കെതിരെ വരുന്നുണ്ട് എന്ന പേടി കാരണമാകാം മനു ജീവനൊടുക്കിയത്. അതിന്റെ മാനസിക സംഘർഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇന്നലെ രാവിലെ ജൂനിയർ അഭിഭാഷകർ വന്നപ്പോഴായിരുന്നു കഴിഞ്ഞ ദിവസം മനുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മനുവിനെതിരെ ഇല്ലാത്ത കാര്യങ്ങളായിരുന്നു പ്രചരിച്ചത്. ആദ്യ ബലാത്സംഗ കേസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ സുപ്രീം കോടതിയിൽ വരെ പോയിട്ടും മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നില്ല. തുടർന്ന് 59 ദിവസം ജയിലിൽ കിടന്ന ശേഷമാണ് ജാമ്യം കിട്ടിയത്. രണ്ടാമതും കേസ് വന്നാൽ വീണ്ടും ജയിലിൽ പോകേണ്ടി വരുമല്ലോ എന്ന മാനസിക സംഘർഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇതായിരിക്കാം ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചത്. അഡ്വക്കേറ്റ് ബി.എ. ആളൂർ പറഞ്ഞു. തനിക്കെതിരെ പീഡന പരാതി നൽകിയ യുവതിയുടെ വീട്ടിൽ അഡ്വക്കേറ്റ് പി.ജി. മനു കുടുംബസമേതം എത്തി തൊഴുകൈയോടെ മാപ്പു പറയുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇയാളും ഒപ്പമുള്ള സ്ത്രീകളും പീഡനത്തിനിരയായ യുവതിയുടെയും ബന്ധുക്കളുടെയും കാല് പിടിക്കുന്നതും ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് കൊല്ലത്തെ വീട്ടിൽ മനുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മറ്റൊരു പീഡനക്കേസിലെ അതിജീവിതയായ യുവതിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയാണ് മനു.